അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ചൊറിഞ്ഞ് നടക്കുന്നുണ്ട്. ബെഡ് ഇഷ്യൂസ് ഒക്കെ പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തതാണ്. കാരണം അനീഷ് അവിടെ ആദ്യം എത്തിയ ആളാണ്. ആണെങ്കിൽ എനിക്ക് ഇവിടെ കിടക്കാം ഒറ്റപ്പെട്ടില്. അപ്പൊ ആര് പറഞ്ഞു ഞാൻ വരൂല, ഞാൻ ഇവിടെ ആദ്യമേ പിടിച്ച സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇത്, എനിക്ക് പറ്റൂ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ഞാൻ കുറച്ചു മുമ്പ് അനുവിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അനുമോള് അനീഷിനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു. അതായത് അന്ന് ഫസ്റ്റ് ഡേ നടന്ന ആ ഒരു ബെഡ് വിഷയം ഉണ്ടല്ലോ, ബെഡിന്റെ വിഷയം, അത് അനീഷാണ്, അനീഷിനെ കുറിച്ചാണ് അനുമോള് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇട്ടു. അതിനുശേഷം എന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷല്ല, അത് അക്ബറാണ്, ആദ്യം നീ പോയി വീഡിയോ കണ്ടിട്ട് വേണം ആദ്യം പോയി കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറെ ഒരു സാധനം. അത് ഞാൻ ആ ഒരു കമന്റുകൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, കമന്റുകൾ ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ കുറച്ചൊക്കെ. ബിഗ് ബോസ് കണ്ടത് മാറിപ്പോയോ, നാണമില്ലേ ഇങ്ങനെ ഇരുന്ന് വെളുപ്പിക്കാം, ഞാൻ വേറെ ഏതോ ബിഗ് ബോസ് ആണ് കണ്ടത് എന്നാണ് അവർ പറയുന്നത്. അനീഷിനെ അല്ല പറഞ്ഞത്, അക്ബറിനെയാണ് എന്നുള്ളത്. പിന്നീട് അക്ബറുമായിട്ടാണ് പ്രശ്നം, ഇനി അതുകൂടി അനീഷിന്റെ തലയിൽ വെക്കണ്ട. ഇത് അടുത്തൊരു കമന്റ് ആണ്. ബെഡ് ഇഷ്യൂ ആരെ കുറിച്ചാണെന്ന് മനസ്സിലായത്, ബട്ട് അക്ബറിന്റെ നോട്ടമാണ് പറയുന്നത് എന്ന് മറ്റൊരു കമന്റ് ഉണ്ട്. അടുത്ത രാഷ്ട്രോക്ക് നീ പോയി എപ്പിസോഡ് കണ്ടു നോക്കൂ, ബെഡിന്റെ കാര്യം അനു പറയണ്ട ആണെന്ന് പറയണ്ട കോമാളി എന്തൊക്കെ എഴുതിയിരിക്കുന്നു. പിന്നെ ചേട്ടാ ബെഡിലെ ഇഷ്യൂ അനീഷ് എന്ന് തന്നെ ഇരിക്കട്ടെ, ഫസ്റ്റ് എപ്പിസോഡൊക്കെ ആരും ഓർത്തു വയ്ക്കാൻ എന്ന് പറഞ്ഞൊരു സാധനം. അങ്ങനെ ഒരുപാട് ചേട്ടാ ഫസ്റ്റ് ഡേ ബെഡ് ഇഷ്യൂ അനീഷ് ആയിട്ടല്ല, അത് അക്ബറുമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിന് കമന്റ് പിന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതൊന്നും വെക്കുന്നില്ല. ഒരുപാട് പേര് എല്ലാവരും ഈ പറയുന്നത് അക്ബറാണ് എന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് തെറ്റി, ഇനിയിപ്പോ ഞാൻ ആലോചിച്ച് ഇനി എനിക്ക് തെറ്റിപ്പോയതാണോ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഈ അനു പറഞ്ഞത്. അക്ബറിനെ കുറിച്ച് ഒരു നോട്ടത്തിന്റെ കേസ് പറയുന്നുള്ളൂ, അത് അക്ബറിനെ കുറിച്ചതാണ്. ബെഡ് ഇഷ്യൂ ആയി അനുവുമായി നടന്ന ഒരു ബെഡ് ഇഷ്യൂ അത് അക്ബറുമായിട്ടാണോ നടന്നത് എന്നുള്ളത് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ഈ പറയുന്ന തുടക്കം മുതൽ കാണുന്നവർ ഇങ്ങനെ എന്നെ കുറെ പിന്നീട് മരമണ്ട നീ ആദ്യം പോയി എപ്പിസോഡ് കാണുക എന്നൊക്കെ പറയുന്നവർക്ക് ഒരു തെളിവും കൂടി വെച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം അനുമോൾ എന്താണ് പറഞ്ഞത്, ഈ പറയുന്ന നോട്ടത്തിന്റെ കേസും അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞ സാധനമാണോ ഇവിടെ പറഞ്ഞത് എന്നും കൂടി നിങ്ങൾക്ക് അറിയണ്ടേ. ആദ്യം അനുമോൾ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ഇവിടെ വെക്കാം. ഓക്കെ. ഫസ്റ്റ് ഡേ തന്നെയാണ് ഒരാളായിട്ട് വഴക്കുണ്ടായി. ഫസ്റ്റ് ഡേ ചെന്ന് കയറിയപ്പോ തന്നെ ബെഡിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെന്ന് കയറിയപ്പോ തന്നെ എനിക്ക് കിടക്കാനൊരു കിടപ്പ് വേണമല്ലോ, അപ്പൊ ബെഡ്, അപ്പൊ സിംഗിൾ ബെഡ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചപ്പോ വേറൊരാൾ വന്നിട്ട് പറയുക ആ ബെഡ് അയാൾക്ക് വേണമെന്ന്. അപ്പം അയാൾ അതിന് മാറുന്നില്ല, അവിടെ തന്നെ കയറി ഇരിക്കുക. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെന്തൊക്കെയോ അവര് എൻ്റെ അടുത്തുള്ള ദേഷ്യമാണെന്ന് മനസ്സിലായി. മനഃപൂർവ്വം അല്ല, അത് എന്റെ അറിഞ്ഞുകൊണ്ടാണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. സ്നേഹവും കാണിക്കുന്നുണ്ട്, പക്ഷെ എന്താ എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ആകുമ്പോ പുള്ളി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോക്കുന്നത് പോലും ഞാൻ പറഞ്ഞപ്പോ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലൊക്കെ എനിക്ക് മനസ്സിലായത്. നമ്മൾ ഇതാണ് അനുമോൾ പറഞ്ഞത്. നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടല്ലോ. അനുമോൾ പറഞ്ഞതിന് ഫസ്റ്റ് ഡേ കുറിച്ചാണ്. അനുമോൾ വന്ന ഫസ്റ്റ് ഡേ നൈറ്റിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ആ സംസാരത്തിൽ ബെഡ്, അനുമോളുടെ ബെഡ് എന്താണ് അനീഷിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രശ്നം നടന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അത് അനീഷുമായിട്ടാണ് പ്രശ്നം. അവസാനം ഈ പറയുന്ന രേണു സുധിയുടെ ബെഡ് അല്ലെങ്കിൽ രേണു സുധി മാറിക്കൊടുത്തു. അങ്ങനെയാണ് അനീഷിന് ആ ബെഡ് കിട്ടുന്നത്. അനുമോളുടെ ബെഡ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അയാൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്, അത് അക്ബറിന്റെ കേസല്ല. അക്ബറിന്റെ ആ നോട്ടം പ്രശ്നം വന്നത് പകുതിക്ക് ശേഷമാണ്. അതായത് നമ്മുടെ ആ ഒരു സീസൺ ഏതാണ്ട് പകുതി കഴിഞ്ഞതിന് ശേഷമാണ് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടാവുന്നത്. ഓക്കെ. ഇത് പറയുന്നത് അയാള് ഫസ്റ്റ് ഡേ തന്നെ എന്റെ ബെഡ് എന്ത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അയാളുടെ നോട്ടം അത് പിന്നീട് ലാലേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. തന്നെ ഇത് തന്നെയാണല്ലോ വ്യക്തമാണല്ലോ. ഇനി ഫസ്റ്റ് ഡേ ആരുമായിട്ടാണ് ഈ ഒരു പ്രശ്നം നടന്നത്, അതാണല്ലോ നിങ്ങളുടെ പിന്നീട് തർക്കം. പലരും മറ്റേ വെല്ലുവിളിച്ചു കൊണ്ടുവന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്മർ മീഡിയ, നമ്മുടെ അണ്ണന്റെ ഒരു പഴയ വീഡിയോ ഞാൻ തപ്പിപ്പിടിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ ഈ വിഷയം എനിക്ക് ഓർമ്മയില്ല, എനിക്കൊരു കൺഫ്യൂഷൻ പറയാൻ ഞാൻ പലരെയും വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത് തന്നെ. ആദ്യം സമ്മർ മീഡിയ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കേ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ഇപ്പോൾ ലൈവില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കണ്ടസ്റ്റൻസിന്റെയും ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോരുത്തർ ഏത് ട്രാക്കിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഓടി നടന്ന് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ കച്ച കെട്ടി വന്നിരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ കോമണർ അനീഷാണ്. നല്ലതാണ്, വെറുതെ അവിടെ പോയി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അനീഷ് ഇപ്പോൾ ഓരോരോ ടോപ്പിക്കുകൾ എടുത്തിട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ചൊറിഞ്ഞ് നടക്കുന്നുണ്ട്. ബെഡ് ഇഷ്യൂസ് ഒക്കെ പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തതാണ്. കാരണം അനീഷ് അവിടെ ആദ്യം എത്തിയ ആളാണ്. ബിഗ് ബോസ് വീട്ടിൽ ആദ്യം എത്തിയത് അനീഷാണ്. അനീഷിന് വേണമെങ്കിൽ
ഒറ്റയ്ക്കുള്ള ഒരു ബെഡ് ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അനീഷ് അത് ചൂസ് ചെയ്തില്ല. എന്നിട്ട് അവസാനം കറങ്ങി നിന്നിട്ട് അനീഷ് കിടക്കുന്ന ബെഡിൽ 3 പേരായി. അപ്പോൾ 3 പേര് അത്യാവശ്യം സൈസുള്ള 3 ആണുങ്ങൾ ഒരു കട്ടിലിൽ കിടക്കുമ്പോൾ സ്പേസ് വളരെ കുറയും. അപ്പോൾ അനീഷ് എന്ത് ചെയ്തു, കിടന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാളെ എണീപ്പിച്ച് രേണു സുധീരെ അടുത്ത് കിടത്തണം. ആദ്യം രേണുവിനെ എണീപ്പിച്ച് മാറ്റാൻ ശ്രമിച്ചു. പിന്നീട് രേണു അവിടെ കറങ്ങിയിരുന്നു. അതിനുശേഷം നൈസിനെ ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ സരികയെ അവിടെ നിന്ന് എണീപ്പിച്ച് ആ ഒരു കട്ടിലിൽ നിന്ന് മാറ്റി രേണുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അനീഷ് അവിടെ പോയി കിടക്കാനുള്ള ഒരു മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ സംഭവം. അബദ്ധത്തിൽ അങ്ങ് സംഭവിച്ചു പോകുന്നതൊന്നും അല്ല. കാരണം ബിഗ് ബോസ് വീട്ടിൽ ആദ്യം എത്തിയ ആൾ അനീഷാണ്. അനീഷിന് ഇഷ്ടമുള്ള കട്ടിൽ തിരഞ്ഞെടുക്കാമായിരുന്നു. അപ്പോൾ അനീഷ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എത്തിയ ഒരാളാണ്. വളരെ നല്ല കാര്യം, കളിക്കട്ടെ. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം. ഈ സൗണ്ട് എടുത്ത് കുറെ കഴിയുമ്പോൾ ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് വളരെ വ്യക്തമാണ് ആ ബെഡ് ഇഷ്യൂ ഫസ്റ്റ് ഡേ ഉണ്ടാക്കിയത് മറ്റാരുമല്ല അനീഷാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം ഉണ്ടാവും, അത് പിന്നെ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. അത് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ അറിയാം. പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയത് ഒരു കണ്ടന്റിന് വേണ്ടി, അതിന് നമ്മൾ ആരും തെറ്റൊന്നും പറയുന്നില്ല. ഒരു കണ്ടന്റ് വേണ്ടി ഫസ്റ്റ് ഡേന് ഒരു കണ്ടന്റ് കൊടുക്കുക എന്നുള്ളത് നല്ലത് തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്തൊരു വാദം വരും, ഇതിനകത്ത് അനുമോളുടെ പേരേ ഇല്ല എന്നുള്ളത് അല്ലേ. ഇതിനകത്ത് ആരാ പറയുന്നത്? ഈ പറയുന്ന ശാരികയുടെയും ഈ രേണു സുധിയുടെ ഒക്കെ പേരാ പറയുന്നത്. ഇവിടെ എങ്ങനെ അനീഷ് ഈ പറയുന്ന അനുമോളുമായിട്ട് എങ്ങനെ പ്രശ്നമുണ്ടായി? അനുമോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഡേ എന്റെ ബെഡ് വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇനി അതുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോ, നമ്മുടെ ഉടപ്പുറന്നുള്ള വീഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. കാരണം ഉടനെ സ്ട്രൈക്ക് അടിക്കുന്ന കക്ഷിയാണ്. അതുകൊണ്ട് ഉടപ്പുറന്നുള്ള വീഡിയോ ഞാനൊന്ന് വെച്ച് തരാമേ, കേട്ടോ. ഞാനും ആദ്യമേ വന്നിട്ട് നമ്മുടെ മറ്റേ മരത്തിന്റെ ചോട്ടിൽ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. മരത്തിന്റെ ചോട്ടിൽ ഒരു ബെഡ് ഉണ്ട്, അവിടെയാണ്. അപ്പോ പറഞ്ഞേടാ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് മാറി കിടക്കൂ, ആരെങ്കിലും ഒന്ന് രേണുവിന്റെ കൂടെ കിടക്കൂ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ കിടക്കാം ഒറ്റ ബെഡില്. അപ്പൊ ആര് പറഞ്ഞു ഞാൻ വരൂല, ഞാൻ ഇവിടെ ആദ്യമേ പിടിച്ച സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇത്, എനിക്ക് പറ്റൂല. അപ്പൊ അത് കാര്യം അറിയുന്നില്ല കേട്ടോ. അപ്പൊ അവിടെ സരികയും പറഞ്ഞു എന്തിന് അയ്യോ അത് പിന്നെ വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് സ്ഥലമില്ല, 3 പേര് ഒന്നിച്ചാണ്, നിങ്ങൾ ഇവിടെ ഒരാൾക്ക് കിടന്നാൽ എനിക്ക് ഇവിടെ കിടക്കാം. അങ്ങനെ സരിക അയ്യോ അങ്ങനെയാണ്, എന്നാ പിന്നെ ഞാൻ മാറി തരാം എന്ന് പറഞ്ഞ് സരിക ആ പുള്ളിക്കാരിയുടെ സിംഗിൾ ബെഡ് മാറിയിട്ട് രേണുവിന്റെ അടുത്ത് പോയി കിടന്നു. അങ്ങനെ ആ പ്രശ്നം കേട്ടല്ലോ, വ്യക്തമായിട്ട് കേട്ടല്ലോ. ഇവിടെ ഇതാണ് സംഭവിച്ചത് എന്നുള്ളത്. ആ ബെഡ് മാറിത്തരാൻ പറഞ്ഞത് അത് ഞാൻ കൃത്യമായിട്ട് കണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ലൈവിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അനീഷ് ആദ്യം വന്ന് മാറിയിട്ട് നീ അവിടെ പോയി കിടന്നോ, നീ ആദിലയുടെയും നൂറയുടെയും പോയി അടുത്ത് പോയി കിടന്നോ എന്ന് പറഞ്ഞ് ബെഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പറഞ്ഞു. അവിടെ അനുമോൾ അപ്പൊ വാശി പിടിച്ചു, കൊടുത്തില്ല. അതാണ് നമ്മുടെ കൊടുപ്പുറന്നോട് പറയുന്നത് കൃത്യമായിട്ട്. ആ സമ്മർ മീഡിയ പറഞ്ഞതിൽ അനുമോളുടെ പേരില്ല, ഇനി അതും പിടിച്ചുകൊണ്ട് വരണ്ടല്ലോ എന്ന് കരുതിയാണ്. അനുമോൾ അതിനകത്ത് ഉണ്ട്. അതുപോലെ അനുമോൾ ഇന്റർവ്യൂക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഫസ്റ്റ് ഡേ നടന്ന ബെഡ് ഇഷ്യൂയിൽ ഒരാൾ വന്ന് എന്റെ ബെഡ് വേണം എന്ന് പറയുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നു. അതിനുശേഷം ആ പുള്ളി ഇത് മനഃപൂർവ്വമാണോ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എനിക്കൊന്നും മനസ്സിലായില്ല. അതിനുശേഷം പുള്ളി അവിടെ ഇരുന്ന് പലപ്പോഴായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോട്ടം എനിക്ക് മനസ്സിലായത് പിന്നെ മോഹൻലാൽ വന്ന് പറഞ്ഞപ്പോഴാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, എന്റെ പുറത്ത് കയറുന്ന മുമ്പ് നീ ആദ്യം പോയി അത് കാണാന്ന് തോന്നുമ്പോൾ ആദ്യം നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യണം എന്നുള്ളതാണ്. മനസ്സിലായി എന്താണ് പറയുന്നത്? നമ്മളത് ഒരു കാര്യം പറയുമ്പോൾ തെറ്റ് പറ്റിയെങ്കിൽ നമുക്ക് തെറ്റൊക്കെ പറ്റാം, ചിലപ്പോൾ ഓർമ്മ പിശകൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ കുറെ എണ്ണം വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവ് ഇനി എനിക്ക് തെറ്റ് പറ്റിയോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ തപ്പിയെടുത്ത് വന്ന് ഇത് കൊണ്ട് കാണിച്ചത് എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലാതെ അനീഷിനോടുള്ള വിരോധം കൊണ്ടോ ഒന്നും അല്ല ഞാൻ ഇത് പറഞ്ഞത്. അനുമോൾ ഉദ്ദേശിച്ചത് ആരെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ അനീഷ ആയതുകൊണ്ടാണ് അനുമോൾ അവിടെ പേര് പോലും പറയാത്തത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അതുമല്ല ഇപ്പോൾ നമ്മുടെ അഗ്നി പരീക്ഷയുടെയൊക്കെ ഒരുപാട് പിന്നെ പ്രമോയും കാര്യങ്ങളൊക്കെ വരട്ടെ, അഗ്നി പരീക്ഷ തുടങ്ങട്ടെ. അപ്പോൾ എന്തായാലും 15-ാം തീയതി മുതൽ അഗ്നി പരീക്ഷ കിട്ടില്ല സെറ്റ് കേട്ടോ. സെറ്റ് സൂപ്പർ സെറ്റാണ്, പറയാതിരിക്കാൻ വയ്യ. ആളുടെ കിട്ടില്ല സെറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും ഈ ഒരു അഗ്നി പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എല്ലാ വർഷവും ഇതുപോലുള്ള കോമണേഴ്സിന് കയറാനുള്ള ഒരു അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഒരു സെറ്റ് ഒരു സംഭവം കാണുമെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വരട്ടെ. നല്ല അഗ്നി പരീക്ഷയിൽ പങ്കെടുക്കുന്നവരെ എല്ലാവരെയും ഫോട്ടോസും ഇതൊക്കെ വെളിയിലായി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതെന്തോ ആയിക്കട്ടെ. അപ്പം കോമണേഴ്സ് ആണല്ലോ, നമുക്കതൊക്കെ നേരിട്ട് അറിഞ്ഞിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. നമ്മുടെ സെലിബ്രിറ്റീസോ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സോ അവരൊക്കെ ആണെങ്കിൽ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിഞ്ഞില്ല. ഒരാൾ വരുന്നു, അവരാരാണ് എന്താണോ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ തീരുമാനിക്കും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.